നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പുകഞ്ഞ കൊള്ളി പുറത്തേക്കോ? പത്മകുമാർ CPM-ൽ പുകഞ്ഞ കൊള്ളിയായി മാറുമോ? ശബരിമല ആചാര ലംഘന കാലം മുതൽ പിണറായിയുടെ നോട്ടപ്പുള്ളിയാണ് പത്മകുമാർ. ശബരിമല ആചാര ലംഘന കാലത്തെ നിലപാടുകളാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്മകുമാറിനെ പിണറായിയുടെ കണ്ണിലെ കരടാക്കിയത്. ആദ്യകാല VS പക്ഷക്കാരനായിരുന്ന അദ്ദേഹം അടുത്ത കാലത്താണ് ഔദ്യോഗിക പക്ഷത്തേക്ക് ചുവടുമാറിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച ദിനം മുതൽ പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പത്മകുമാറിൻ്റെ നയം. വനിതകളെ സന്നിധാനത്ത് കെട്ടിയിറക്കാൻ ആഭ്യന്തര വകുപ്പ് നേരിട്ട് നടത്തിയ ഇടപെടലുകളോട് പാർട്ടിയിൽ ആദ്യം പരസ്യമായി എതിർത്തത് പത്മകുമാറാണ്. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നടത്തിയ ആദ്യ ആചാര ലംഘനത്തിന് മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്ന നിസ്സഹായത പല ഘട്ടങ്ങളിലും പത്മകുമാറിനെ മാനസികമായി അലട്ടി. ബോർഡ് നിയമനങ്ങളിലെ ബാഹ്യ ഇടപെടലുകൾ പത്മകുമാർ എതിർത്തു. ഇതോടെ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് അദ്ദേഹം അനഭിമതനായി. ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിനെ കൊണ്ടുവന്നതിലും പത്മകുമാറിന് അമർഷമുണ്ടായിരുന്നു. സ്വാധീന മണ്ഡലമായിട്ടും തന്നെ അവഗണിച്ചെന്ന ആക്ഷേപം പാർട്ടി വേദികളിൽ പത്മകുമാർ പരസ്യമാക്കിയിരുന്നു. ഇതും ഒരു വിഭാഗത്തിൻ്റെ ശത്രുത ഇരട്ടിയാക്കാൻ കാരണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അടൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹർഷകുമാറുമായി നടന്ന കയ്യാങ്കളിയും പത്മകുമാറിന് വിനയായി. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിൽ വരേണ്ട ഏറ്റവും മുതിർന്ന അംഗമായിട്ടും ഈ കയ്യാങ്കളിയാണ് അദ്ദേഹത്തിന് വിനയായത്. ഹർഷകുമാറിന് ബോർഡ് ചെയർമാൻ പദവിയും പത്മകുമാറിന് സംസ്ഥാന സമിതി അംഗത്വവും ഓഫർ ചെയ്താണ് രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത്. എന്നാൽ സംസ്ഥാന സമ്മേളനം സമാപിച്ചപ്പോൾ സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടാതെ പത്മകുമാർ തഴയപ്പെട്ടു. ഇത് പത്തനംതിട്ടയിലെ പാർട്ടി അണികളിൽ വലിയ എതിർപ്പിനും വഴി തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.